പാണക്കാട്ടേക്കും പാലക്കാട്ടേക്കുമാണ് പോകുന്നത്. പാണക്കാടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സന്ദീപ് വാര്യർ എത്തിയത്. അദ്ദേഹം സ്വാഭാവികമായും കോൺഗ്രസ്സിലെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിന് പാണക്കാട് സന്ദർശിക്കാൻ ഒരു പ്രശ്നവുമില്ല, അത് വേണ്ടതുമാണ്. അദ്ദേഹം പാണക്കാട് സന്ദർശിച്ചു. പക്ഷേ അതിനുശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ പ്രസംഗത്തിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ വിമർശിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തിയത്. മുമ്പുണ്ടായിരുന്ന തങ്ങളെ കുറച്ച് സർവാദരണീയനായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ തങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ ഒരു പ്രധാന ഭാഗം. ഇതേ തുടർന്ന് തങ്ങളെ വിമർശിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു. നമുക്കറിയാം, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം വിമർശനത്തിന് അതീതനല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ എന്താണ് ഇപ്പോൾ പാണക്കാട് പോയത്, സന്ദീപ് വാര്യർ പാണക്കാട് പോയതിൽ എന്തോ ഒരു പ്രശ്നം കാണുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, പാണക്കാട് ഇപ്പോൾ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും മത നേതാക്കന്മാരൊക്കെ പോകുന്ന സ്ഥലമാണ്. BJP അധ്യക്ഷനായ KG മാരാർ വരെ പാണക്കാട് പോയിട്ടുണ്ട്. സന്ദീപ് പാണക്കാട് പോയത് എന്താണ്, സന്ദീപ് ഇങ്ങോട്ട് വന്നതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അമർഷമുണ്ട്. ആ അമർഷം മറികടക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യം. പിന്നെ നൗഫൽ പറഞ്ഞ ഒരു സാദിഖലി തങ്ങളെ സ്പെസിഫിക്കായിട്ട് അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. അപ്പോൾ പാണക്കാട് തങ്ങൾ അപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഷാജി വളരെ രൂക്ഷമായ ഭാഷയിൽ അതിനോട് പ്രതികരിച്ചു. ഷാജിയോട് ഏതാണ്ട് അതേ മട്ടിൽ തന്നെ A. റഹീം പ്രതികരിക്കുന്നു. അപ്പോൾ പാണക്കാട് തങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്നൊരു നിലപാട് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. കാരണം പാണക്കാട് തങ്ങൾ എന്ന് പറയും സാദിഖലി തങ്ങളാകട്ടെ, മുമ്പുള്ള ഹൈദരലി തങ്ങളാകട്ടെ, ശിഹാബ് തങ്ങളാകട്ടെ, അവർ ഇവിടെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ പരസ്പരം വിമർശിക്കും. അങ്ങനെ രാഷ്ട്രീയത്തിലിരിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ നേരിടേണ്ടിയും വരും. അപ്പോൾ പാണക്കാട് തങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്ന നിലപാട് ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ നിലപാടല്ല. എന്ന് മാത്രമല്ല, അത് സാധ്യമല്ല. അങ്ങനെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൊണ്ട് നിറഞ്ഞതാണ്. പക്ഷേ സാമാന്യനെ പാണക്കാട് തങ്ങൾ വ്യക്തിപരമായ ആളുകൾ അങ്ങനെ വിമർശിക്കാറില്ല. കാരണം വെച്ചാൽ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രസിഡൻ്റ് ആയിരിക്കെ തന്നെ മതപരമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ, പള്ളികളുടെ ഖാദിയും അങ്ങനെയൊക്കെയാണ്. അങ്ങനെ മതപരമായ ചില ഉത്തരവാദിത്തങ്ങൾ കൂടി വഹിക്കുകയും സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് വ്യത്യസ്തമായിട്ടുള്ള കുറേ അധികം മേഖലകൾ വ്യാപരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് പൊതുവെ പാണക്കാട് തങ്ങന്മാർ. അതുകൊണ്ട് നമ്മൾ പൊതുവെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ചാലും പാണക്കാട് തങ്ങളെ വിമർശിക്കാറില്ല, എതിരാളികൾ പോലും. എന്നുവെച്ചാൽ കടുത്ത ഭാഷയിൽ വിമർശിക്കാറില്ല. അതൊരു പ്രാക്ടീസായിട്ട് കേരളത്തിലുണ്ട്. പക്ഷേ അതിൻ്റെ കാരണം കൂടിയുണ്ട്. പാണക്കാട് തങ്ങന്മാർ അധികം പൊളിറ്റിക്സ് പറയാം. അവരും അങ്ങനെ തന്നെയാണ്. അത് ശരിയാണ് നൗഫൽ പറഞ്ഞത്. അവരും ഈ നിലക്കുള്ള കടുത്ത വാക്കുകൾ ഉപയോഗിക്കുക, അപ്പുറത്ത് നേതാക്കന്മാരെ വിമർശിക്കുക, അത്തരം കാര്യങ്ങൾ ഏറ്റവും മാക്സിമം പോസിബിൾ മൃദുവായ ഭാഷയിലാണ് എല്ലാ തങ്ങന്മാരും സംസാരിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഓറയും ഒരു ലെഗസിയും ഒക്കെ ഈ പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രിവിലേജും സ്വാഭാവികം അതിൻ്റെ പ്രിവിലേജും അവർ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഈ ഇലക്ഷൻ്റെ മൂർധന്യതയിൽ വെച്ച് പിണറായി വിജയൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. പിണറായി വിജയൻ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് അതിലേറ്റവും പ്രധാനം പാണക്കാട് തങ്ങൾ സാദിഖലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെപ്പോലെ പെരുമാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് CPM നേതൃത്വം ഇടതടവില്ലാതെ നിരന്തരം ഇങ്ങനെ സ്വീകരിച്ചു പോകുന്ന ഒരേ ഒരു നയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി, പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ മറ്റേ ആലപ്പുഴയിലെ സമരം ഉണ്ടായിരുന്നല്ലോ, കരിമണൽ സമരത്തിന് പിറകിൽ ജമാഅത്തെ ഇസ്ലാമി, നമ്മുടെ കോഴിക്കോട്ടെ ആവിക്കൽ തോട് സമരത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി, ദേശീയപാത സമരത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി, ഗെയിൽ പൈപ്പ് ലൈൻ സമരത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി, വയൽക്കിളി സമരത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി, കോഴിക്കോട് മാവോയിസ്റ്റുകളെ പിടിച്ചപ്പം അവർക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി, UDFന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി, കോൺഗ്രസിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. ഇത് കുറേ കാലമായിട്ട് നിരന്തരമായിട്ട് CPM പാർട്ടി സെക്രട്ടറി ആണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പം പുതിയൊരു വ്യായാമം കണ്ടുപിടിച്ചല്ലോ. വ്യായാമത്തിന് പുറകിൽ മാക്സ് 7 എന്തായാലും പറയാം, മാക്സ് 7 എന്ന് പറഞ്ഞിട്ടുള്ള വ്യായാമ മുറ ഈ പല പ്രദേശങ്ങളുണ്ട്. അതിന് പുറകിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനം മാഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ടെംപ്ലേറ്റ് പോലെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്നൊരു സമീപനമുണ്ട്.
ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഒരു പക്ഷേ ഏറ്റവും ചെറിയ മുസ്ലിം സംഘടന എന്ന് പറയുന്നത് 3500 മറ്റാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ കേരളത്തിലെ ആകെ അംഗസംഖ്യ എന്ന് പറയുന്നത്. പക്ഷേ എന്തിനാണ് പിണറായി വിജയനും CPM നേതൃത്വം ഒന്നടങ്കവും ഇതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിറകിലൊരു രാഷ്ട്രീയമുണ്ട്. ഒന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ അതിനെ ഇങ്ങനെ ഭീകരവൽക്കരിച്ച് ഒരു ഭീകര സാന്നിധ്യം ഇവിടെ നിൽക്കുന്നു. അപ്പോൾ അതിനെ അതിൻ്റെ പിറകെ ഈ UDF എന്ന് പറയുന്ന സംവിധാനം മൊത്തം അതിൻ്റെ കീഴിലാണ്. ഞങ്ങൾ അതിനെ എതിരിട്ട് നിൽക്കുകയാണ്. ഈ ഒരു മെസ്സേജ് ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് നൽകി ആ നിലയ്ക്കുള്ള ഒരു റിലീജിയസ് കൺസോളിഡേഷൻ അതുണ്ടാക്കി നമ്മൾ ഒരു ഭൂരിപക്ഷ വോട്ടിൻ്റെ ഒരു ഏകീകരണം നടത്തി അതിലൂടെ തിരഞ്ഞെടുപ്പ് ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് CPMൻ്റെ ആലോചന. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവരത് നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെയാണ് വളരെ കുപ്രസിദ്ധമായിട്ടുള്ള അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി ഭരണമാണ് കേരളത്തിൽ വരാൻ പോകുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഇങ്ങനെ ഒരു മുസ്ലിങ്ങളെ മൊത്തം കുറ്റം പറയുമ്പോൾ അത് പ്രശ്നമാണ്. പക്ഷെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു സംഘടനയെ ചൂണ്ടി അതിനെ നാട്ടക്കുറിയാക്കി വെച്ച് ഇപ്പുറത്ത് ഭൂരിപക്ഷ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാം എന്നാണ് CPM വിചാരിക്കുന്നത്. പക്ഷേ അത് എല്ലായ്പ്പോഴും വിജയിക്കില്ല. ചിലപ്പോഴൊക്കെ വിജയിക്കും, പക്ഷേ എല്ലായ്പ്പോഴും വിജയിക്കില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പലവട്ടം പറഞ്ഞ പോലെ ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ ഈ ഭൂരിപക്ഷ വികാരത്തെ തഴുകി തലോടി ഉണർത്തുവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഉണർന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ കട ഇവിടെ ഉണ്ട്. BJP എന്ന് പറയുന്ന സംഘടന പാർലമെൻ്ററി പൊളിറ്റിക്സിൽ നേരത്തേക്കാൾ സജീവമായിട്ട് ഇവിടെയുണ്ട്. അപ്പം BJPക്ക് വേണ്ടി CPMൻ്റെ പൊളിറ്റിക്കൽ മാസ് ഉണ്ടല്ലോ, CPMന് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ജനസമൂഹത്തെ BJPയിലേക്ക് പതുക്കെ തട്ടിക്കൊടുക്കുന്ന ഒരു സമീപനമാണ് ഇതിലൂടെ ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് CPM സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് പോയി. സന്ദീപ് വാര്യരെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച AK ബാലനും MB രാജേഷും ബിനോയ് വിശ്വവും ഒക്കെ പറഞ്ഞതെന്താണെന്ന് നമുക്കറിയാം. ക്രിസ്റ്റൽ ക്ലിയറായിട്ട് അതിവിടെ ഉണ്ട്. അപ്പോൾ അതിനിടയിലാണ് കോൺഗ്രസ്സിലേക്ക് അങ്ങനെ പോകുന്നത്. അത് CPMനെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ ഒരു ആയുധമാക്കുക, ഇപ്പോൾ അതങ്ങനെ ആയുധമാക്കാമെന്നാണ് ആലോചിക്കുന്നത്. ഈ പറയുന്ന ഒരേ സമയം ന്യൂനപക്ഷ വോട്ട് നഷ്ടപ്പെടാതെ നോക്കുകയും ഇപ്പുറത്ത് ഭൂരിപക്ഷ കൺസോളിഡേഷൻ ഉണ്ടാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന വളരെ വിചിത്രമായൊരു തന്ത്രമാണ് സ്വീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ പ്രശ്നം ഇതൊക്കെ കേൾക്കുന്ന ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്ന് എന്തുകൊണ്ടാണ് CPM മനസ്സിലാക്കാത്തതാണ്. CPM ജനങ്ങളെ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. ഇപ്പോൾ എല്ലാറ്റിനും പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ അതിനൊരു ആകർഷണീയത ഉണ്ടാവും. എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾക്കുന്ന ആൾക്കാർക്ക് മടുക്കൂലേ? അപ്പം കരിമണൽക്കാരനും പിറകിൽ എവിടെ സമരം നടന്നാലും ഏറ്റവും ഒടുവിൽ അവസാനം സന്ദീപ് വാര്യർ പാണക്കാട് ചെല്ലുമ്പോൾ സാദിഖലി തങ്ങളടുത്ത് ചെല്ലുമ്പോൾ സാദിഖലി തങ്ങൾക്ക് പിന്നിലും ജമാഅത്ത് ഇസ്ലാമി. ഇത് വിചിത്രമായിട്ടുള്ളൊരു ഇതാണ്. പക്ഷെ അത് CPM അത് സ്വീകരിക്കുന്നത് വളരെ സ്വദേശപൂർവ്വമാണ്. എന്താണ്, ജമാഅത്ത് ഇസ്ലാമി എന്ന നാട്ടക്കുറിയെ മുൻനിർത്തി അപ്പുറത്ത് ഭൂരിപക്ഷം ഇതുണ്ടാക്കുകയാണ്. അതിങ്ങനെ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് പാണക്കാട് തങ്ങളെ കൂടെ ആ ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നു വെച്ചാൽ, ജമാഅത്ത് ഇസ്ലാമി എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഈ പറയുന്ന കൺസോളിഡേഷൻ വേണ്ടത്ര നടക്കുകയില്ല, അല്ലെങ്കിൽ നടക്കുന്നില്ല എന്ന് ബോധ്യം വന്നപ്പം പാണക്കാട് തങ്ങളെ കൂടെ ആ ഫ്രെയിമിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് നേരത്തെ മുസ്ലിം ലീഗിന് കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് വരെ മുസ്ലിം ലീഗിനെ കുറിച്ച് ഗോവിന്ദൻ മാഷും CPM നടത്തിക്കൊണ്ടിരുന്ന പ്രസ്ഥാനം എന്തായിരുന്നു? മുസ്ലിം ലീഗിനെ എപ്പോഴും മഹത്വവൽക്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ പിണറായി വിജയനാണ് പെട്ടെന്ന് പാണക്കാട് തങ്ങളെ കൂടെ ഈ പറയുന്ന ഫ്രെയിമിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഭൂരിപക്ഷ കൺസോളിഡേഷൻ എന്നുള്ളത് മാത്രമാണ് വഴി എന്നൊരു തീർപ്പിലേക്ക് CPM എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ അതാണ് മനസ്സിലാവുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വേണം ഈ പാണക്കാട് തങ്ങൾക്കെതിരായിട്ടുള്ള പാണക്കാട് തങ്ങളെ കൂടെ ഈ ഒരു വിമർശനത്തിൻ്റെ ഫ്രെയിമിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്. അതിൻ്റെ സമയം കഴിഞ്ഞ് എക്സ്പയർഡായ ഒരു തന്ത്രമാണതെന്നുള്ളതാണ്. അത് ഫലിച്ചിട്ടുണ്ടായിരുന്നു. 87 EMS ഗംഭീരമായി അത് വിജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് എക്സ്പയർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇന്ന് മുനമ്പം വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പാണക്കാട് തങ്ങളടക്കമുള്ളവർ ഇന്ന് വരാപ്പുഴ അതിരൂപതയിലൊക്കെ പോയി ചർച്ചയൊക്കെ നടത്തി വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടികളുമായിട്ടാണ് പത്രക്കാരോട് പറഞ്ഞിട്ട് പോയത്. അപ്പോൾ അങ്ങനൊരു നീക്കമൊക്കെ സാദിഖലി തങ്ങളുടെ ഭാഗത്ത് നടക്കുന്ന സന്ദർഭത്തിലാണ്
പിണറായി വിജയൻ ഇങ്ങനെ ഒരു കാര്യം ജമാഅത്ത് ഇസ്ലാമി ബന്ധം പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഈ ദാവൂദ് സാഹിബ് പറഞ്ഞ പോലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, തീർച്ചയായിട്ടും വിമർശിക്കപ്പെടണം. ആ പാർട്ടിക്ക് അകത്ത് തന്നെ വിമർശിക്കപ്പെടണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ടല്ലോ. അപ്പോൾ തങ്ങളെ പുറത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെ ആ പാർട്ടിക്കകത്ത് അദ്ദേഹം വിമർശിക്കപ്പെടുന്നുണ്ടോ? അദ്ദേഹം ഒരു ആത്മീയ നേതാവാണ്, ശരി, ഖാലിയാണ്, അതൊക്കെയാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഏത് വിചാരണ ചെയ്യപ്പെടണ്ടേ? അങ്ങനെ ചെയ്യാറുണ്ടോ? അപ്പോൾ ഒരാൾക്ക് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവാണ് എന്നതുകൊണ്ട് ആരും വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്ന വി.ഡി. സതീശൻ്റെ വാദക തെറ്റാണ്. പാണക്കാട് തങ്ങളെ വിമർശിക്കുന്ന എന്തോ ഒരു അപരാധമായി കാണാം. അങ്ങനെയല്ല, പാണക്കാട് തങ്ങൾ വിമർശിക്കപ്പെടണം, എല്ലാവരും വിമർശിക്കപ്പെടണം, ജനാധിപത്യത്തിൽ അങ്ങനെയാണ്. പക്ഷേ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പിണറായി വിജയൻ ഇത് പ്രസംഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മതി. കഴിഞ്ഞ 2 ദിവസം പിണറായി വിജയൻ വന്ന് പ്രസംഗിച്ച 3 സ്ഥലത്താണ്. ഒന്ന് മേപ്പറമ്പ്, കണ്ണാടി, കരിന്തിരപ്പള്ളി, അങ്ങനെ 3 സ്ഥലത്താണ് അദ്ദേഹം പ്രസംഗിച്ചത്. അപ്പോൾ ഈ 3 സ്ഥലത്തും 3 സ്ക്രിപ്റ്റായിരുന്നു അദ്ദേഹത്തിന്. ഈ മേപ്പറമ്പ് എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായിട്ടുള്ളൊരു സ്ഥലമാണ്. അദ്ദേഹം ആദ്യം പ്രസംഗിക്കുന്ന അവിടെയാണ്. അപ്പോൾ അദ്ദേഹം പ്രധാനമായും പ്രസംഗിച്ചത് BJP-ക്കെതിരെയാണ്. രാജ്യത്ത് വർഗീയ ശക്തികൾ കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു, അതിനെ നേരിടാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. വർഗീയ ശക്തികളുടെ വ്യാപനത്തെ, അവരുടെ തേരോട്ടത്തെ തടയാൻ കോൺഗ്രസ്സിന് ഒരിക്കലും കഴിയുന്നില്ല. ഇടതുപക്ഷമാണ് എല്ലാ കാലത്തും വർഗീയ ഫാഷിസ്റ്റുകളോട് പോരാടി നിന്നിട്ടുള്ളത്. അതുകൊണ്ട് LDF-നെ പിന്തുണയ്ക്കണം എന്നാണ് മേപ്പറമ്പിൽ അദ്ദേഹം പ്രസംഗിച്ചത്. അതേസമയം ന്യൂനപക്ഷ വോട്ടുകൾ അധികമില്ലാത്ത കണ്ണാടിയിലേക്ക് സ്ക്രിപ്റ്റ് മാറി. അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്താണ് പറയാൻ പോകുന്നത്? അവിടെ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയവലയത്തിലാണ്, പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ ആശയവലയത്തിലാണ്. അപ്പോൾ കണ്ണാടിയിൽ പോയിട്ട് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ് എല്ലാത്തിനും പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വോട്ടർമാർക്ക് അധികം മനസ്സിലാവാത്തപ്പോൾ എന്ത് ചെയ്യണം? കുറേ കൂടി ലീഗിലേക്ക് അവരെ കൂട്ടിക്കെട്ടി കഴിഞ്ഞാൽ ലീഗ് പ്രശ്നമാണ് എന്ന് കണ്ണാടിയിലെ ഭൂരിപക്ഷം വരുന്ന വോട്ടർമാരോട് പറഞ്ഞാൽ എന്താണ് പിണറായി വിജയൻ പറയാൻ ശ്രമിക്കുന്നതെന്ന് അവിടെ കൺവേ ആവും. യഥാർത്ഥത്തിൽ ഈ സ്ക്രിപ്റ്റ് ഈ പ്രസംഗം എഴുതി കൊടുത്തതായിരിക്കും ആരെങ്കിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അത് ചിലപ്പോൾ പറഞ്ഞതായിരിക്കും, അദ്ദേഹത്തിൻ്റെ തന്നെ ആയിരിക്കാം, എഴുതി കൊടുത്തവനാണ് കൂടുതൽ സാധ്യത. യഥാർത്ഥത്തിൽ CPM പാലക്കാട് ചെയ്യേണ്ടത് എന്താണ്? അവിടെ CPM-ൻ്റെ വോട്ട് കഴിഞ്ഞ 3 അസംബ്ലി ഇലക്ഷനായിട്ട് കുറഞ്ഞു വരികയാണ്. ആ വോട്ട് എങ്ങോട്ടാണ് പോകുന്നത്? ഗ്രാജ്വലി BJP-യുടെ വോട്ട് അവിടെ വർദ്ധിക്കുന്നുണ്ട്. അതായത് CPM-ന് വോട്ട് ചെയ്തിരുന്ന കുറേ അധികം ആളുകൾ ഇപ്പോൾ BJP-ക്ക് വോട്ട് ചെയ്യുന്നതാണ് CPM നേരിടുന്ന പ്രശ്നം. അപ്പോൾ ആ വോട്ട് തിരികെ കൊണ്ടുവരാൻ പിണറായി വിജയൻ്റെ പ്രസംഗങ്ങൾ LDF-നെ സഹായിക്കും? P. സരിന് ഏതെങ്കിലും തരത്തിൽ അത് സഹായകരമാണോ? ഒരിക്കലും അല്ല. സരിൻ പോലും മുഖ്യമന്ത്രിയുടെ ആ പ്രസംഗത്തെ ആ അർത്ഥത്തിൽ കാണുന്നുണ്ടാവില്ല. അവിടെ BJP-യിലേക്ക് പോയ വോട്ടുകളാണ് തിരിച്ചു വരേണ്ടത് CPM-നെ സംബന്ധിച്ച്. ആ വോട്ട് തിരിച്ചു പിടിക്കാൻ അവിടെ CPM പ്രത്യേകമായിട്ട് എന്തെങ്കിലും പണിയെടുക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് അവിടെ കേന്ദ്രീകരിച്ചാണോ, ആ വോട്ട് ബാങ്ക് കേന്ദ്രീകരിച്ചാണോ CPM-ൻ്റെ പ്രവർത്തനം ചോദിച്ചാൽ അല്ല. CPM-ൻ്റെ പ്രവർത്തനം സ്വാഭാവികമായും കോൺഗ്രസ്സിലെ അന്തഛിദ്രതയും കോൺഗ്രസ്സിൽ ഉള്ള തർക്കങ്ങളും കോൺഗ്രസ്സിലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അത്തരം ഭിന്നതകളിൽ നിന്ന് കോൺഗ്രസ്സിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ പിടിക്കുക എന്നുള്ളതാണ് CPM അവിടെ ചെയ്യുന്നത്. അതേസമയം BJP എന്താണ് ചെയ്യുന്നത്? BJP വളരെ സൈലൻ്റായി, അച്ചടക്കത്തോടെ, ഓർഗനൈസ്ഡായി. അവിടെ BJP-ക്കാർക്ക് ഒരു പണിയില്ല. അവിടെ പണിയെടുക്കുന്നത് മുഴുവൻ RSS-ആണ്. RSS-ൻ്റെ പ്രവർത്തകർ അവിടെ പണിയെടുക്കുന്നത്. അവർ കോർണർ മീറ്റിങ്ങുകൾ വിളിക്കുന്നു, ഫ്ലാറ്റുകളിലും അപ്പാർട്ട്മെൻറ്റുകളിലും. വലിയ പൊതുസമ്മേളനങ്ങൾ പോലും ഇല്ലല്ലോ. ഒരു തരത്തിലുള്ള ബഹളവും ഇല്ലാതെ ഓരോ കോണിലും, ന്യൂക്കാൻ കോർണറിലും അവരിങ്ങനെ മീറ്റിങ്ങുകൾ വിളിക്കുന്നു. ഞാനത് കൃഷ്ണകുമാറിൻ്റെ ഒപ്പം ഇന്നലെ പോയിരുന്നു. കൃഷ്ണകുമാർ പോയിട്ട് ഒരു ഫ്ലാറ്റിൽ പോകുന്നു, അവരെ വോട്ടർമാരെ വിളിച്ചിരുന്നു, സ്ത്രീകളും മുതിർന്നവരും എല്ലാം അടങ്ങുന്ന ഒരു യോഗം വിളിക്കുന്നു. അദ്ദേഹം പറയുന്നത് പരമാവധി വോട്ട് പോൾ ചെയ്യുക. കാരണം ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വോട്ടുകൾ 55% കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ടു. ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ 55%, നമ്മുടെ എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ 85% പോൾ ചെയ്യപ്പെട്ടു. അപ്പോൾ പോൾ പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കുകയാണ് നമുക്ക് ജയിപ്പിക്കാനുള്ള വഴി. അപ്പോൾ ആളുകൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് നമ്മൾ ജയിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ പോൾ പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാനുള്ള പണി അച്ചടക്കത്തോടെ എണ്ണയിട്ട യന്ത്രം പോലെ RSS പാലക്കാട് മണ്ഡലത്തിൽ, അത് മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല, എല്ലാ BJP-ക്ക് അധികം വോട്ടില്ലാത്ത പഞ്ചായത്തുകളിലും ഈ പണി അവർ വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. അതുകൂടാതെയാണ് ഈ മുനമ്പം പോലുള്ള വിഷയങ്ങൾ പാലക്കാട് മണ്ഡലത്തിൽ RSS പ്രചരിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ മുനമ്പത്ത് കണ്ടോ, അതുപോലെ നൂറണി അഗ്രഹാരവും കൽപ്പാത്തി അഗ്രഹാരവും നാളെ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യാൻ പോകും. ഓൾറെഡി ക്ലെയിം ചെയ്ത് കഴിഞ്ഞു എന്നാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രചാരണത്തിലൂടെ പരമാവധി ആളുകൾ വോട്ട് ചെയ്യിപ്പിക്കുക, അങ്ങനെ പോൾ പെർസെൻറ്റേജ് വർദ്ധിച്ചാൽ തീർച്ചയായിട്ടും അത് BJP ഗുണമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ആണ് പിണറായി വിജയൻ്റെ ഈ പ്രസംഗത്തെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഞാൻ പറയുന്നത് അത് ഒരു തെറ്റായ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്. CPM LDF അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ നഷ്ടമായ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണം
ആ മണ്ഡലത്തിൽ നടത്തുകയാണ് വേണ്ടത്. ഇത് സാധാരണ രീതിയിൽ ഈ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് CPM ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് ശേഷം പ്രത്യേകിച്ചും CPM നടത്തുന്ന സാധാരണ രാഷ്ട്രീയ പ്രചാരണമാണ്. അതിൽ ഒന്നിൽ ലീഗിനെ കരുവാക്കുക, ഹസൻ, അമീർ, കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷ വോട്ട് ഗ്യാദർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അത് പാലക്കാട് ഫലവത്താവില്ല. പാലക്കാട് ഈ തന്ത്രം ഗുണം ചെയ്യാർക്കാണ്? BJPക്കാണ് ഗുണം ചെയ്യുക. അവിടെ CPM LDF ചെയ്യേണ്ടത് അവരുടെ പോൾ പെർസെൻറ്റേജ് 25% 30% ആക്കിയെങ്കിലും വർദ്ധിപ്പിക്കണമെങ്കിൽ ചെയ്യേണ്ടത് BJPയിലേക്ക് വോട്ട് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു. അതിനെ പറ്റിയ പ്രചാരണം തീർച്ചയായിട്ടും പാലക്കാട് മണ്ഡലത്തിൽ കേന്ദ്ര സർക്കാരിന് അതിലുള്ള പ്രചാരണം ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോൾ വയനാട് ദുരന്തബാധിതർക്കുള്ള സഹായ നിഷേധം. അതിൽ തന്നെ ഫോക്കസ് ചെയ്താൽ തന്നെ വോട്ടർമാർ മാറി ചിന്തിക്കും. കേരളത്തോട് BJP ചെയ്യുന്ന, കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഈ വിവേചനത്തെ പറ്റി അവർക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. പക്ഷെ അത് പറയുന്നതിന് പകരം ഈ പഴകിയ തന്ത്രം, അതായത് ഇതിനു മുമ്പ് ചെയ്ത തന്ത്രം അവിടെ സ്ക്രിപ്റ്റായിട്ട് അങ്ങനെ വന്ന ഒരു പ്രസംഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്.